അർദ്ധവാർഷിക പരീക്ഷ 6ാം ക്ലാസ് താരീഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറപ്പായും നമുക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും. മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നമുക്ക് ആദ്യം ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. ആദ്യം വന്നിട്ടുള്ള ചോദ്യം യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ചത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹസൻ ഹുസൈൻ എന്നിവരുടെ മാതാവ് യോജിച്ചത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. 3. ഇസ്ലാമിക നാവികസേന നിലവിൽ വന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത്. 4. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകൻ ഹിമാർ. 5. ബിർ റൂമ മദീനയിലെ കിണറാണ്. 6. മുഹറം 1 വഫാത്തായി ഉമർ റളിയല്ലാഹു അൻഹു. ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് വേർതിരിക്കാം എന്നുള്ള ചോദ്യമാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സിജിസ്ഥാൻ, ജോർദാൻ, നൈസാബൂർ, തൂസ്, സർഹസ്, ദിമഷ്ക്, ഹൽവാൻ, റയ്യ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങളെന്നും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങളെന്നും വേർതിരിക്കണം. അതിൽ സിജിസ്ഥാനും ജോർദാനും ദിമിഷ്കും ഹൽവാനുമാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടായത്. റയ്യ്, നൈസാബൂർ, തൂസ്, സർഹസ് ഇതൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങളുമാണ്, മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ഒരു ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക. പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാവണം. അതുകൊണ്ട് പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട പാഠങ്ങളിൽ ഏറ്റവും അവസാനത്തെ 3 പാഠങ്ങൾ ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് അതുവഴി തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക. ചോദ്യം വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സൽക്കർമ്മത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ഒരു കുറ്റവും അദ്ദേഹത്തെ ബാധിക്കുകയില്ല എന്നതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും സമീപത്തായി ഉമർ റളിയല്ലാഹുവിനെ മറവ് ചെയ്തു. 3. ഖുറൈശിലെ ബനു ഉമയ്യയാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കുടുംബം. 4. ഉസ്മാൻ റളിയല്ലാഹുവിന് 9 ആൺമക്കളും 5 പെൺമക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ്. ഇനി 4മത്തതാണ് വ്യക്തമാക്കാം. ഈ ചോദ്യപേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് വായിക്കുന്നത്. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. അതിലൊന്നാമത്തത് തബൂക്ക് യുദ്ധത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംഭാവന ചെയ്തത് തബൂക്ക് യുദ്ധത്തിന് 600 ഒട്ടകവും അവക്ക് വേണ്ട സാമഗ്രികളും 1000 ദീനാറും അദ്ദേഹം നൽകുകയുണ്ടായി. രണ്ടാമത്തത് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെയാണ്? ഹിജ്റ 11 മുതൽ 40 വരെയാണ്. 11 to 40. മൂന്നാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് വിവാഹം ചെയ്തവർ ഹബീബ ബിൻത്ത് സെയ്ദ്, അസ്മാ ബിൻത്ത് ഉമൈസ് എന്നിവരെയാണ്. 4. ഖുറൈശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്ന 2 പേരാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ്, ഹംസ റളിയല്ലാഹു അൻഹു. വമ്പുറ്റ ഹംസ റളിയല്ലാഹു, വമ്പുറ്റ ധീരനായ ആളാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമേ നല്ല ധീരനാണ്, നമുക്കറിയുന്നതാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഈ ഒരു പാട്ടിലൂടെ നമ്മൾ ഓർക്കുകയും ചെയ്യുക. ഇനി 5മത്തത് ഉത്തരം എഴുതാം എന്നുള്ളതിൽ 3 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റ് ആദ്യം ചെയ്തത് എന്താണ്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു ആദ്യം ചെയ്തത്.
രണ്ടാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജനാസ നിസ്കാരം എവിടെ വെച്ചായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനും മിമ്പറിനും ഇടയിൽ വെച്ചായിരുന്നു. ഖബറിനും മിമ്പറിനും ഇടയിൽ വെച്ച്. മൂന്നാമത്തത് തന്നെ കുത്തിയത് മജൂസിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? എൻ്റെ മരണം ഒരു മുസ്ലിമാണെന്ന് വാദിക്കുന്നവൻ്റെ കൈ കൊണ്ടാവാതിരുന്നതിൽ അള്ളാഹുവിന് സ്തുതി. ഇതാണ് പറഞ്ഞത്. ഇനി ആറാമത്തത് രണ്ടെണ്ണം വീതം എഴുതാം. ഈ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2-3 ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിലൊന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ പരിഷ്കാരങ്ങളാണ്. ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു. നമുക്ക് വേഗം പഠിക്കാൻ പറ്റിയതാണത്. ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു. ബൈത്തുൽ മാൽ സ്ഥാപിച്ചു. ബൈത്തുൽ മാൽ സമ്പത്തിൻ്റെ വീട് എന്ന് ഓർത്താൽ മതി. വീട് സ്ഥാപിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. സംസ്ഥാന ഭരണത്തിനായി പല ഗവർണർമാരെയും നിയമിച്ചു. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ പരിഷ്കരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്തുകളാണ്. ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്നുള്ളതാണ്. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഭാര്യ അസ്മാ ബിൻത് ഉമൈസ്, നേരത്തെ പറഞ്ഞ പേര്, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എന്നെ മയ്യത്ത് കുളിപ്പിക്കണം. അതോടൊപ്പം തന്നെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം. അത് കുഴപ്പമില്ല. മറ്റുള്ളത് 2 പേരുണ്ട്, മറന്നു പോകരുത്. ഇനി ഏഴാമത്തത് അവസാനത്തെ ചോദ്യം പൂരിപ്പിക്കാം എന്നാണ്. അതിലൊന്ന്, നന്മയുടെ മുമ്പിൽ ഡാഷ് ഹൃദയം തുറന്നു വയ്ക്കുന്നവരും തിന്മയുടെയും അനീതിയുടെയും മുമ്പിൽ ഒരാളെയും ഭയപ്പെടാത്തവരുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ നിങ്ങൾ കാണുന്നു. നിങ്ങൾ അതും കൂടെ വായിച്ചു നോക്കുക. രണ്ടിലും ഇമ്പോർട്ടൻ്റായി ആവർത്തിച്ചു വന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കി നിർബന്ധമായും പഠിക്കുക. പരീക്ഷയ്ക്ക് നിർണയിച്ച പാഠഭാഗങ്ങളിലെ ഡേറ്റ്, തീയതി, മരിച്ച സ്ഥലം, ജനിച്ച സ്ഥലം, അതുപോലെ തന്നെ മറ്റു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, അങ്ങനെ ഓരോ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളും മറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്ര നിങ്ങൾ പഠിച്ചു വെച്ചോ അത്രയും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതും പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മുഴുവൻ മാർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നാളെ നമ്മുടെ പരീക്ഷ അവസാനിക്കുകയാണ്. ഒരുപാടായി നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് കൂടെ സപ്പോർട്ടും മറ്റുമായി കൂടെ ഇട്ട് നിങ്ങൾക്കൊക്കെ ഉസ്താദ് പ്രത്യേകമായും ദുആ ചെയ്യും. അതോടുകൂടെ തന്നെ നിങ്ങൾ എനിക്കും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുകയാണ്. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതുവരെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് വാർഷിക പരീക്ഷയും മറ്റുമായിട്ടൊക്കെ ഒരുപാട് വീഡിയോ വരാനുണ്ട്. നമുക്ക് നേരിട്ട് ഇനിയും വീണ്ടും കാണാം.